أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനം മർക്കദു തർബിയത്തുൽ ഇസ്ലാമിയ്യ എന്ന ഇപ്പോൾ അടുത്ത അവസരത്തിൽ തീരുമാനിക്കുകയും ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇതെല്ലാത്തിൻ്റെയും കൂടി കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിൽ ഇവിടെ നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയും ഇന്ന് സുബ്ഹാനഹു വ തആലയുടെ പദവി നോക്കിക്കൊണ്ട് അതിന് പേരുകയും ചെയ്തിട്ടുള്ളത്. ഇത് ചെറുതല്ല, വലിയ ഭാരമുള്ള ഒരു പ്രവൃത്തിയാണ്. ഏതോ ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒരു യതീംഖാനയോ ഏതോ ഒരു ഇനം മാത്രം കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ നിലപാട് മാത്രമല്ല ഇതിനുള്ളത്. പക്ഷേ ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പദവി നോക്കിക്കൊണ്ട് വിദേശത്ത് ജോലിക്കും മറ്റും പോയിട്ടുള്ള ബഹുമാനപ്പെട്ട സഹോദരന്മാര് ഇതിന്റെ പ്രത്യേക ശ്രദ്ധയിലാണ്. അവരിതിനെ സംബന്ധിച്ച് അബുദാബിയിലും മറ്റ് ചില ദുബൈയിലും മറ്റും അവര് ചില കമ്മിറ്റികൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊന്നിച്ചുകൊണ്ട് അവർ ചെയ്ത അങ്ങേയറ്റം ഹിദ്മത്ത് നമുക്കൊരു കാലത്ത് മറക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട വിദേശികളായ അതിഥികളെ, അതായത് നമുക്ക് പലതിലും മാതൃകയായി നിന്ന് തരത്തക്ക വിധത്തിലുള്ള അറബികൾ ഈ ഇതിന്റെ സ്ഥിരാധാപന കർമ്മം തറക്കൽ കല്ലിടൽ കർമ്മത്തിലേക്ക് അവരെത്തിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. അവര് ഇത് സംബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവര് പല വിധത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്നത്തെ അറബി രാജ്യങ്ങളുടെ നിലപാടുകൾ നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. നമ്മുടെ ഈ നാട്ടിലെ ഒരു 25,000 ഒരു വീടിന് തേങ്ങത്തോട്ടം, അതല്ലെങ്കിൽ 1,00,000 അണക്ക പണിക്കുന്ന ഒരു കവുങ്ങും തോട്ടം, ഇതെല്ലാം അവിടത്തെ ആ എണ്ണക്കരിയുടെ ഒരു ദിവസത്തെ വരുമാനത്തിന് യോജിച്ചിട്ടില്ല കൊണ്ടിരിക്കുക. അവർക്ക് ഇത് സംബന്ധമായി ശരിയായ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേ വേണ്ടതുള്ളൂ. കാണിച്ചു കൊടുക്കാത്തവർക്ക് അതിന്റെ നഷ്ടം വന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ മലപ്പുറം, കോഴിക്കോട് പോലത്തെ ജില്ലകളിൽ എത്ര സ്ഥാപനങ്ങളാണ്, എത്ര പള്ളികളാണ്, എത്ര യതീംഖാനകളാണ്, എത്ര കോളേജുകളാണ്. അവരുടെ സ്വന്തം അവരേക്ക് ബന്ധപ്പെട്ടവരോട് പുറത്തിൽ കെട്ടി കരയിൽ വെച്ച് ഏറ്റി വഹിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്നൊരു വിളി, യാ അയ്യൂബ് അനമകുൻ അവരേക്കുകാൻ എന്തിനാണ് ഈ ഇത്രത്തോളമുള്ള അലച്ച കാട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഞാൻ ഐശ്വര്യക്കാരനാക്കിയില്ലേ? ഇത് ഒരുക്കിക്കൊണ്ടും ഇത് ഓരോന്നോരോന്നും എടുത്ത് ഒരുക്കി സജ്ജീകരണം കെട്ടി വാരം ചുമന്നു കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള ചുറ്റുപാട് നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളെ ഞാൻ ഐശ്വര്യക്കാരനാക്കിയില്ലേ? വലിയാക്കിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് മറുപടി ബലാ വഹീദതിക യാ റബ്ബി വലാകിൻ ലാ ഗിനാനിയ ഫളിക. അതെ, നീ എന്നെ ഐശ്വര്യക്കാരനാക്കിയിട്ടുണ്ട്. ഞാൻ വലിയാണ്, ഞാൻ കഴിവുള്ളവനാണ്. പക്ഷേ എന്റെ മുമ്പിൽ എന്റെ മുമ്പിലേക്ക് ഈ തരത്തിൽ ജനിച്ചു തരുമ്പോൾ അത് വേണ്ടെന്ന് വെക്കാനുള്ള കഴിവ് എനിക്കില്ല. പഠിച്ചവരെ, എന്റെ ഭൗതാവിന്റെ മുമ്പിലേക്ക് ഈ കട്ടിയിട്ടുള്ളത് സ്വർണ്ണ കട്ടിയുടെ രൂപത്തിലുള്ള സ്വർണ്ണക്കട്ടകൾ എന്റെ മുമ്പിലേക്ക്
അതിനുള്ള കഴിവ് എനിക്കില്ല. ഇനിയും എന്റെ മുമ്പിലേക്ക് നീ കഴിഞ്ഞു തന്നാൽ ഞാനത് കേൾക്കും, ഞാനത് സമ്പാദിക്കും. എന്താ ഉദ്ദേശം? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഫളല. ഇതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതികരമായ മാർഗങ്ങളിലേക്ക് ചെലവഴിക്കുന്നതിന്റെ തടസ്സമില്ല. എന്റെ ആവശ്യത്തിന് വേണ്ട എന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സബീലിൽ അവനൊരു പ്രിയായ വഴിയെ ചെലവാക്കുന്നതിന് തടസ്സമില്ലെന്നുള്ള ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് എന്റെ പൊതു എനിക്ക് വേണ്ടെന്ന് നോക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ബഹുമാനം മുന്നികളെ, ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അവന്റെ പൊതു ജയിച്ചു കൊടുത്ത മുതലാളിമാര്, ഉമറാക്കള്, നേതാക്കള്, പ്രത്യേകിച്ചും വിദേശത്തുള്ള അറബികൾ അവരിലേക്ക് ജയിച്ചു കൊടുത്ത ഈ പൊതുവിന്റെ അല്പെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മഹാഭാഗ്യം. നിങ്ങൾ കേട്ടിലെ 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം ഒരു അറബി വന്നത് കൊടുത്തു. അവിടെ അങ്ങനെ ഒരു പള്ളി, ഇവിടെ അങ്ങനെ യതീംഖാന, മറ്റൊരു സ്ഥാപനം, ഈ വിധത്തിൽ ഉള്ള സൗകര്യങ്ങൾ മുഴുവനും നടത്തിക്കൊടുത്തത് ബഹുമാനപ്പെട്ട അറബികളാണ്. എന്നാൽ നമുക്കും അതുപോലെ അല്ലാഹുവിന്റെ ഫളൽ കൊണ്ട് നമ്മളിലേക്ക് ബഹുമാനപ്പെട്ട അബൂദാബിയിലെ സഹോദരന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് ആ അറബികളെ നമ്മോട് ബന്ധിപ്പിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ അവരുടെ മുന്നിൽ വെച്ചു. അവരത് നേരിട്ട് കാണാനിട വന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അവര് ഇനി ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളുമായി വേണ്ടതുപോലെ ബന്ധപ്പെടും എന്ന് അങ്ങേയറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കും പ്രത്യേകിച്ച് 2 കാര്യം നിങ്ങളോട് പറയാനാണ്. അതായത് ഇന്ന് 27-ാം തീയതി പട്ടിക്കാട് ജാമിഅയുടെ 22ാം വാർഷികം ആഘോഷിക്കുകയാണ്. 20ാം സന്നുധാന സംസാരങ്ങളും അവിടെ നടത്താൻ പോകുന്നതാണ്. സന്നദ്ധാനം 20 കൊല്ലത്തോളമായി, 20 കൊല്ലമാണ്, 20ാമത്തെ കൊല്ലമാണ് ഈ അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. 1120ഓളം ആലിമീങ്ങളെ ആ സ്ഥാപനത്തിൽ നിന്ന് വാർത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മുഴുവൻ മുക്കുമൂലകളിലും എല്ലാ പള്ളികളിലും ചെറുത്തുകളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ജാമിഅയുടെ അറബിയയിൽ നിന്ന് പിരിഞ്ഞുപോയ അവിടുത്തെ സനത് വാങ്ങിയ സനത് വാങ്ങിയ ആലിമീങ്ങൾ എല്ലാവരും കൂട്ടമായി അതിൽ പങ്കെടുത്ത് നിങ്ങളുടെ കഴിവനുസരിച്ച് ദീനിയായ ഇത്തരം സ്ഥാപനങ്ങളെ, ഇത്തരം പ്രവർത്തനങ്ങളെ ഉയർത്തണമെന്ന് ഒന്നുകൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾക്ക് നമുക്കെല്ലാം തൗഫീഖും ഉദവിയും ചെയ്തു തരട്ടെ. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين.